നമസ്കാരം. ഈ വർഷത്തെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തമിഴ് ചിത്രങ്ങളിലൊന്നായിരുന്നു പാരഞ്ജിത്ത് വിക്രം ടീമിന്റെ തങ്കലാൻ. കഴിഞ്ഞ ദിവസം ചിത്രം തിയേറ്ററുകളിലെത്തി. കേരളത്തിൽ മലയാളം ഡബ്ബ് കൂടെ മിക്ക സ്ഥലങ്ങളിലും ലഭ്യമാണ്. ഞാൻ തമിഴായിരുന്നു കണ്ടത്. ഒറിജിനൽ വോയിസിൽ തന്നെ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് തമിഴ് തന്നെ എടുത്താണ്. തിയേറ്ററിൽ പല ഡയലോഗുകളും കൃത്യമായി മനസ്സിലാവാത്ത അവസ്ഥ കൂടിയായിരുന്നു. കഥ നടക്കുന്ന സ്ഥലത്തിന്റെ ആ ഒരു അവസ്ഥയും അതിനിടയിൽ ഡയലോഗ്സും വരുമ്പോൾ സൗണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ശബ്ദം കൂട്ടിവയ്ക്കലാണോ എന്ന സംശയം ഉണ്ടായിരുന്നു ഞാൻ തിയേറ്ററിൽ ഇരുന്ന സമയത്ത്. അതുകൊണ്ട് അന്വേഷിച്ച സമയത്ത് മലയാളം ഡബ്ബാണ് നല്ലത് എന്നാണ് ഞാനും കേട്ടത്. പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളും മലയാളം ഡബ്ബ് കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. വെപ്പൂർ ഡിസ്ട്രിക്റ്റിൽ ഭാര്യയും മക്കളുമായി കൃഷിജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന തങ്കലാൻ എന്ന കഥാപാത്രം തന്റെ കൂടെയുള്ളവരോടും സ്നേഹമാണ് അദ്ദേഹത്തിന്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് തങ്കലാന് അയാളുടെ നിലം നഷ്ടമാവുന്നത്. ഈ സമയത്ത് ബ്രിട്ടീഷുകാരനായ ക്ലെമന്റ് കൂടെ അവിടെ എത്തുന്നു. തുറ സംഭവങ്ങളൊക്കെയാണ് തങ്കലാൻ എന്ന ചിത്രം നമ്മളോട് പറയുന്നത്. ഫാന്റസിയും ചരിത്രവും ഒക്കെ ചേർത്ത് പാരഞ്ജിത്ത് കഥ പറയുമ്പോഴും കൃത്യമായ രാഷ്ട്രീയം കൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. വിക്രമിന്റെ അസാധ്യ പ്രകടനം, ഗംഭീര വിഷ്വൽസ് എന്നിവയാണ് ചിത്രത്തിൽ എടുത്തു പറയേണ്ടുന്ന പോസിറ്റീവുകൾ. വിക്രമാണ് ടൈറ്റിൽ വേഷത്തിലെത്തുന്നത്. ഒരു കഥാപാത്രത്തെ പൂർണ്ണതയിലെത്തിക്കാൻ അദ്ദേഹം ഏതറ്റം വരെ പോകുമെന്നത് നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ്, ആസ്വദിച്ചിട്ടുള്ളതാണ്. ഇവിടെ വീണ്ടും അത് കാണാം. മക്കളോട് സ്നേഹത്തോടെ കഥ പറയുന്ന, അധികാരികളുടെ അടുത്ത് ആക്രോശിക്കുന്ന, പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയുള്ളവർക്ക് തുണയാകുന്ന, അങ്ങനെ ആ കഥാപാത്രത്തിന്റെ ഒട്ടേറെ ഡയമെൻഷൻസ് ചിത്രം കാണിച്ചു തരുന്നുണ്ട്. വിക്രത്തിന്റെ കയ്യിൽ അത് ഭദ്രം. അത്രയും സൂക്ഷ്മമായി ആ കഥാപാത്രത്തെ അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. അയാളുടെ മനസ്സിൽ തന്നെയുള്ള ചിന്തകൾ, സ്വപ്നങ്ങൾ, അതിൻ്റെ റിയാക്ഷൻസ്, വിക്രം അതിനെ പ്രസന്റ് ചെയ്യുന്നതിലാണ് അതിൻ്റെ ആത്മാവ് തന്നെ കിടക്കുന്നത്. നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലുമൊക്കെ ഒരു പുതിയ കഥാപാത്രമായി പകർന്നാടുന്നുണ്ട് വിക്രം. ഗംഗമ്മ എന്ന കഥാപാത്രമായാണ് പാർവതി തിരുവോത്ത് എത്തിയിരിക്കുന്നത്. ഒരു ഒറിജിനൽ ഫീൽ ആ കഥാപാത്രത്തിന് നൽകുന്നതിൽ പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പവർഫുൾ ക്യാരക്ടർ, സ്ട്രോങ് പെർഫോമൻസ്. സ്ത്രീകൾ ആദ്യമായി ബ്ലൗസ് ധരിച്ചു വരുന്ന സീനിലൊക്കെ ഗംഭീരമായിട്ടാണ് എനിക്ക് പ്രകടനം തോന്നിയത്. വിക്രം പാർവതി കോമ്പിനേഷനും സിനിമയിൽ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അവർക്കിടയിൽ ഒരു സ്നേഹം എന്നത് വളരെ ലൈവായി തന്നെ കൊണ്ടുപോകുന്നതും കാണാം സിനിമയിലുടനീളം. മാളവിക മോഹനാണ് സിനിമയിൽ മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത്. സ്ക്രീൻ സ്പേസ് കുറവാണ് എങ്കിലും വന്ന സീനുകളൊക്കെ വളരെ ഇമ്പാക്റ്റ് ഉള്ളതായിരുന്നു. ആ ദേഷ്യമൊക്കെ ഇൻറ്റൻസ് ആയി തന്നെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആക്ഷൻ സീനുകളിലും മികച്ചതായി തന്നെ അനുഭവപ്പെട്ടു. അതുപോലെ പശുപതി സിനിമയിൽ തൻ്റെ റോള് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലെമന്റ് എന്ന ബ്രിട്ടീഷുകാരനായിട്ട് എത്തുന്ന ഡാനിയൽ നല്ല പ്രകടനമായിരുന്നു. തങ്കലാന്റെ മകനായി വേഷമിട്ട വ്യക്തിയുടെ പ്രകടനവും തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ടതാണ്. മൊത്തത്തിൽ പ്രകടനങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. കാലങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കഥ പറയാൻ തിരഞ്ഞെടുത്ത ലാൻഡ്സ്കേപ്പിന് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. അതിൽ തന്നെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രകൃതിയിൽ തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങൾ, പ്രൊഡക്ഷൻ ഡിസൈൻ കിട്ടലിനായിരുന്നു. നമുക്ക് ആ സ്ഥലങ്ങളെ മൊത്തത്തിലൊന്ന് അനുഭവിക്കാൻ തന്നെ പറ്റുന്നുണ്ട്. വിഷ്വൽസും ഇതിനൊപ്പം തന്നെ പറയേണ്ടതാണ്. റിയാലിറ്റിയും ഫാന്റസിയും ഒക്കെ നിറയുമ്പോഴും ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന നിലയിൽ കൂടെ തങ്കലാൻ പരിഗണിക്കേണ്ടതുണ്ട്. GV പ്രകാശ് കുമാറിന്റെ സംഗീതം നല്ലതായിട്ടാണ് തോന്നിയത്. പാട്ടുകളൊക്കെ കൊള്ളാം. CGI വർക്കുകൾ ഒരുപാടുണ്ട് ചിത്രത്തിൽ. പ്രത്യേകിച്ച് ചില മൃഗങ്ങളൊക്കെ സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ ചിലയിടത്ത് അതിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതേസമയം വളരെ ആർട്ടിഫിഷ്യലായി തോന്നിയ മൊമെന്റ്സ് കൂടെ ഉണ്ടായിരുന്നു സിനിമയിൽ. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എനിക്ക് CGI വർക്ക് അങ്ങനെ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. ടെക്നിക്കലി മൊത്തത്തിൽ നല്ല രീതിയിൽ തന്നെ തങ്കലാൻ എന്ന സിനിമ വന്നിട്ടുമുണ്ട്. സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് എന്നതിൽ സംവിധായകൻ വിജയിക്കുന്നുണ്ട്. ആ കാലം, അന്നത്തെ സാഹചര്യം, പ്രതിസന്ധികൾ, മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം, അതിലെ മാറ്റങ്ങൾ എന്നതിലൊക്കെ ഈ കഥാപാത്രങ്ങളിലൂടെയുള്ള യാത്രയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. സ്വർണം തേടിയുള്ള യാത്രയും സംരക്ഷിക്കുന്ന യക്ഷിയും എന്ന നിലയിൽ ഫാന്റസിയുടെ വരുമ്പോഴേക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഭാഷ കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റാതെ പോയത് ഇടയ്ക്കൊരു ചെറിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. സ്ഥലം, അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ആണ് ഇവിടെ പാരഞ്ജിത്ത് പറയുന്നത്. രണ്ടാം പകുതിയിലെത്തുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെച്ചഡ് ആയ അവസ്ഥയായിരുന്നു. പ്രകടനങ്ങൾ അപ്പോഴും സിനിമയെ താങ്ങി നിർത്തുന്നുണ്ട്. ആ യാത്രയെ തിരക്കഥ അത്ര സ്ട്രോങ് ആയി പരിഗണിച്ചില്ല എന്ന് തോന്നി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിന്റെ ഒരു ട്രാൻസിഷൻ എന്നുള്ളതാണ്. ഡെപ്തോടുകൂടെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യ പകുതിയിൽ തന്നെ റിവീൽ ചെയ്ത കാര്യങ്ങളെ രണ്ടാം പകുതിയിലും കാര്യമായി പരിഗണിക്കുമ്പോൾ ഇടയ്ക്കൊന്നു വലിയുന്ന അവസ്ഥ കൂടെയായിരുന്നു. അവസാനത്തോടെ എടുക്കുമ്പോൾ വീണ്ടും ഒന്ന് പവർഫുള്ളായി വരുന്നുണ്ട്. ഓവറോൾ തങ്കലാൻ തിയേറ്ററിൽ പരിഗണിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ വീഡിയോയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ച എനിക്ക് തോന്നിയ ചില പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് സിനിമ നൽകുന്നൊരു തിയേറ്റർ അനുഭവമുണ്ട്. ആ വേൾഡ് അത്രയും നന്നായി പാരഞ്ജിത്ത് ബിൽഡ് ചെയ്തിട്ടുമുണ്ട്. രണ്ടാം പകുതിയിൽ കുറച്ച് വലിഞ്ഞു പോകുന്നുണ്ട്, കഥ കാര്യമായി മുന്നോട്ട് പോകുന്നില്ല എന്നതുപോലെ. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.